വേദ വിക്രമിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നേരെ വൈകിട്ട് വിക്രം വീട്ടിലേക്ക് എത്തുന്നില്ല. അങ്ങനെ കമലമ്മ ഇടയ്ക്കിടെ ഉമ്മറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. വേദിയെ ഉറങ്ങാതെ നിൽക്കുകയാണ്. മോളെ നീ കിടന്നോ? ഞാൻ വിക്രമിന് ഭക്ഷണം എടുത്തു വെച്ചിട്ടേ ഉറങ്ങൂ എന്നൊക്കെ കമലമ്മ പറയുമ്പോൾ, അമ്മ ക്ഷീണിച്ചല്ലോ, അമ്മ പോയി കിടന്നോളൂ. ഈ ഹാളിൽ കിടന്ന് എനിക്ക് ഉറക്കമൊന്നും വരാറില്ല, അതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഭക്ഷണം എടുത്തു കൊടുത്തോളാം എന്നൊക്കെ വേദ പറയുമ്പോൾ, മോള് ഭക്ഷണം എടുത്തു കൊടുത്താൽ ചിലപ്പോൾ അവന് ഇഷ്ടമായിട്ടില്ലെങ്കിലോ? അമ്മേ ഇങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. അമ്മയാണെങ്കിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, എന്നിട്ട് മോന് വേണ്ടി കാത്തിരിക്കുകയാണ്. അമ്മയുടെ മോൻ എപ്പോൾ വരുമെന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല. ഇനി എന്തിനാണ് ഈ കാത്തിരിപ്പ് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. നേരെ വൈകി വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ നേരെ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയം ഭക്ഷണമെല്ലാം എടുത്തുകൊണ്ട് വിക്രം കിടക്കുന്ന റൂമിലേക്ക് വേദ ചെല്ലുകയാണ്. വേദിയെ കണ്ടത് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നത്? ഇവിടെ അമ്മ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിക്രം പറയുമ്പോൾ, അമ്മ ഉറങ്ങിപ്പോയി എന്ന് വേദ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര സമയം എന്ന് വെച്ചാൽ വീട്ടിൽ വരാതിരിക്കുന്നത്? അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? അമ്മയ്ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ജോലികളാണ്. അമ്മ ക്ഷീണിച്ചു, പാവത്തിന് പ്രായമായി വരികയാണ്. ആ ചിന്ത മോനുണ്ടെങ്കിൽ നേരത്തെ വീട്ടിലേക്ക് വരാം. എനിക്ക് വീട്ടിലേക്ക് വരാൻ തോന്നണ്ടേ? നിന്നെപ്പോലൊരു വേതാളമുള്ളിടത്തേക്ക് എങ്ങനെ വരാൻ സാധിക്കും? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും അമ്മ എടുത്തു വെച്ച ഭക്ഷണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിക്രം ആ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ വിക്രം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വിക്രമിനുള്ള കോഫിയുമായിട്ട് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ വിക്രമിനെ അവിടെയൊന്നും കാണുന്നില്ല. ഇതെവിടെ പോയി ഇത്ര നേരത്തെ? അങ്ങനെ വേദ എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷെ വിക്രമിനെ എവിടെയും കാണുന്നില്ല. അങ്ങനെ വേദ നോക്കുന്ന സമയത്ത് മൊബൈൽ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആൾ ഇവിടെ അടുത്തുണ്ടാകണം, ദൂരെ എവിടെയും പോയിട്ടുണ്ടാവില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബുക്കുകൾ അടുക്കി വെച്ചൊരു സ്ഥലം വേദയുടെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ വേദ ആ ബുക്കുകളെല്ലാം എടുത്ത് നോക്കുകയാണ്. അങ്ങനെ വേദ ആ ബുക്കുകളെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്ന വായനാശീലമുള്ള ആളാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇയാളെന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെ ചിന്തിക്കുകയാണ് വേദ. അങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ വേദ എടുക്കുന്ന സമയത്ത് വേദയുടെ കയ്യിൽ ഒരു ഡയറി പെടുകയാണ്. അങ്ങനെ ആ ഡയറി തുറന്നു നോക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രമിനെ കണ്ടതും ആ ഡയറി വേദ മറച്ചു വെക്കുന്നുണ്ട്. എനിക്കെന്താ റൂമിൽ കാര്യം? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ റൂമിൽ കയറി മോഷ്ടിച്ചിട്ട് വേണോ? നിനക്ക് ജീവിക്കാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. നീ എന്തിനാ ഈ പട്ടാപ്പകൽ നീ എൻ്റെ റൂമിൽ കയറിയത്? ഞാനിപ്പോൾ നിങ്ങളുടെ റൂമിലേക്ക് വന്നത് നിങ്ങൾക്ക് കോഫി തരാനാണ്. ഓഹോ, നീ എന്താ ഇവിടുത്തെ വേലക്കാരിയോ? എനിക്ക് സമയാസമയം ഭക്ഷണം എടുത്തു തരാൻ വേണ്ടി ഞാൻ അത് നിന്നോട് ചോദിച്ചോ എന്നൊക്കെ വിക്രം പറയുമ്പോൾ, ഞാനത് കൊണ്ടുവച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയറി മറച്ചു വെച്ചുകൊണ്ട് തന്നെ വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ആ ഡയറിക്കുള്ളിൽ എന്തായിരിക്കും എന്ന് മാത്രമായിരുന്നു വേദയുടെ ചിന്ത. എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ വേദ ആ ഡയറി തൻ്റെ ബാഗിനുള്ളിലാക്കി വെച്ചു. ആരുമില്ലാത്തപ്പോൾ എപ്പോഴെങ്കിലും സമാധാനത്തോടെ വായിക്കാമെന്നൊക്കെ വേദ കരുതുകയാണ്. അതിനുശേഷം കമലാമ്മയുടെയും ശ്രീജയുടെയും കൂടെ വേദ അടുക്കളയിൽ കയറി. അങ്ങനെ വേദ ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ, വേണ്ട മോളെ നീ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ കമലാമ്മ സ്നേഹത്തോടെ അങ്ങനെ പറയുന്നുണ്ട്. എന്താ അമ്മേ, എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ പാടില്ലേ? മോൾ ഒരുപാട് പഠിച്ചതല്ലേ, മോൾക്ക് വല്ല നല്ല ജോലിക്ക് എന്തെങ്കിലും ശ്രമിച്ചൂടെ, ഇങ്ങനെ അടങ്ങിയിരിക്കാതെ എന്നൊക്കെ കമലാമ്മ പറയുന്നുണ്ട്. ആ സമയം വേദ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, തൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും താൻ ചിന്തിക്കുന്നില്ല. പഠനമെല്ലാം പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. പഠനത്തെയും ഭാവിയെയും കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം ശ്രീജേച്ചി വന്ന് പറയുന്നുണ്ട്, മോളെ നീ ഒരുപാട് പഠിച്ച കുട്ടിയല്ലേ, നീ എന്തായാലും ജോലിക്ക് ശ്രമിക്കണം, നിനക്ക് നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ ശ്രീജേച്ചി, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ നല്ലൊരു ജോലിയും കണ്ടുപിടിക്കണം. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും മോളുടെ ഭാവി കളഞ്ഞിട്ട് ഒരു കാര്യവും മോൾ ചെയ്യരുത് എന്നൊക്കെ കമലാമ്മ പറയുകയാണ്. സുധാകരൻ മാസ്റ്റർക്കും വേദിയുടെ സ്നേഹമെല്ലാം വന്നു തുടങ്ങി. വിക്രമിൻ്റെ പെരുമാറ്റത്തിലെല്ലാം ഒരുപാട് മാറ്റം അയാൾ കാണുന്നുണ്ട്. പഴയതുപോലെ വഴക്കിടാനൊന്നും പോകുന്നില്ല. പോരാത്തതിന് വിക്രം നന്നായിട്ട് അധ്വാനിച്ച് തന്നെ കുടുംബം നോക്കാനും തുടങ്ങി. വിക്രമിനോട് പഴയ സ്നേഹം സുധാകരൻ മാസ്റ്റർക്ക് തോന്നി തുടങ്ങി. ആദ്യം ഇതുപോലെ ആയിരുന്നില്ല. പഠിപ്പിൽ വളരെ മിടുക്കനായിരുന്നു വിക്രം. സ്കൂളിലും ക്ലാസ്സിലുമെല്ലാം തൻ്റെ മോനെക്കുറിച്ച് വളരെ അഭിമാനമായിരുന്നു. ആ കാലത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ ആലോചിക്കുകയാണ് സുധാകരൻ മാസ്റ്റർ. അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുകയാണ്. വിക്രമിനും അത് നേരത്തെ തന്നെ വന്നിരുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് വേദിയാണെങ്കിൽ ആ ഡയറി എടുത്ത് മറച്ചു നോക്കുകയാണ്. എല്ലാവരും ഉറങ്ങി. ഇത് തന്നെയാണ് പറ്റിയ സമയം. വിക്രമാദിത്യൻ്റെ തോളിൽ ഒരു വേതാളം ഇരിക്കുന്ന ഫോട്ടോയാണ് വിക്രം ആദ്യത്തെ പേജിൽ വരച്ചിരിക്കുന്നത്. വിക്രമിൻ്റെ ചെറുപ്പകാലത്തെ ഡയറിയാണെന്ന് വേദ മനസ്സിലാക്കുകയാണ്. ഡയറിയുടെ രണ്ടാമത്തെ പേജ് വിക്രം മറച്ചു നോക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത്, എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി,
മീന എന്നാണ് അവളുടെ പേര്. നല്ല കൊച്ചൊരു പല്ല് കാണിച്ച് അവൾ ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അവൻ എഴുതിയ ഓരോരോ കാര്യങ്ങൾ വേദ വായിച്ച് നോക്കുകയാണ്. അങ്ങനെ വിക്രം പഠിക്കാൻ വളരെ മിടുക്കനാണെന്ന് വേദ മനസ്സിലാക്കുകയാണ്. സ്കൂളിൽ നടത്തിയ കോമ്പറ്റീഷനിൽ മോണൈറ്റിലെ മിമിക്രിക്കും ഫസ്റ്റ് എനിക്കാണ് കിട്ടിയത് എന്നൊക്കെ വിക്രം സന്തോഷത്തോടെ തന്നെ അതിലെഴുതിയത് വേദ കാണുകയാണ്. അങ്ങനെ ഡയറിയുടെ ഓരോ പേജുകൾ മറച്ചു നോക്കുമ്പോഴും ഇവിടെയാണ് വിക്രമിന്റെ താളം തെറ്റിയതെന്ന് അറിയാതെ ആ ഡയറി ആകെ മറച്ചു നോക്കുകയാണ് വേദ. ആ ഡയറിയുടെ ഓരോ പേജുകൾ വായിക്കുമ്പോൾ വേദയുടെ കണ്ണുകൾ നിറയുകയാണ്. ക്ലാസ്സിലാണെങ്കിൽ ഒന്നാമൻ, കലോത്സവത്തിലും മറ്റു പരിപാടികളിലും വിക്രം ഒന്നാമതാണ്. പിന്നീട് വിക്രമിന് എന്താണ് സംഭവിച്ചത്, പിന്നെ വിക്രം എന്താണ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് ആലോചിച്ചുകൊണ്ട് വേദ ആ ഡയറിയുടെ ഓരോ പേജുകൾ മറച്ചു നോക്കുകയാണ്. തുടക്കം മുതൽ വായിക്കുന്ന സമയത്ത് എല്ലാ പേജുകളിലും സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പേജിന്റെ പകുതി എത്തിയപ്പോൾ അതിൽ എഴുത്തൊന്നും ഇല്ലാതെയായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വായിക്കുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിക്രം ഡയറി എഴുതിയതായി വേദ മനസ്സിലാക്കുന്നുണ്ട്. ക്രിമിനലാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നെ കണ്ടാൽ എല്ലാവരും ഭയക്കണം എന്ന് മാത്രമാണ് വിക്രം വീണ്ടും വീണ്ടും എഴുതിയിരിക്കുന്നത്. ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള വിക്രം പിന്നീട് എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് വേദ. സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതുന്ന വിക്രമിൻ്റെ ആ ഡയറിയിൽ എഴുത്ത് നിർത്താൻ എന്താണ് കാരണം എന്നൊക്കെ വേദ ആലോചിക്കുന്നുണ്ട്. അവന് ചെറുപ്പം മുതൽ തന്നെയുള്ള ഫോട്ടോയും അവൻ്റെ എല്ലാ വിജയത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഫോട്ടോയും എല്ലാം അവൻ ഒട്ടിച്ചിരുന്നു. അങ്ങനെ ആ ഡയറി എല്ലാം നോക്കി കഴിയുന്ന സമയത്ത് വേദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. അങ്ങനെ കണ്ണീരോടെ ആ ഡയറി വേദ തൻ്റെ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ എന്താണ് വിക്രം ഇങ്ങനെ ആയിട്ടുണ്ടാവുക, എന്തോ വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു ചതി സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് വേദ. ആ കാര്യം ചിലപ്പോൾ വിക്രമിന് മാത്രമേ അറിയുകയുള്ളൂ. അമ്മയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലോ ചിലപ്പോൾ അറിയാമായിരിക്കും. എന്തായാലും അത് കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഡയറി ബാഗിൽ വെച്ച് വിക്രമിനെ കുറിച്ച് മാത്രമാണ് വേദ ചിന്തിക്കുന്നത്. പിറ്റേ ദിവസം വേദ കുളിയെല്ലാം കഴിഞ്ഞ് വിക്രമിനുള്ള ചായയുമായിട്ട് റൂമിലേക്ക് വരികയാണ്. വിക്രമിനെ തട്ടിയുണർത്താൻ നോക്കുന്നുണ്ടെങ്കിലും വിക്രം എഴുന്നേൽക്കുന്നില്ല. വേദ മെല്ലെ വിളിക്കുന്ന സമയത്ത് വിക്രം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താടി ഭൂതമേ, നീ എന്നെ പേടിപ്പിക്കുകയാണോ? യോ, വിക്രമാദിത്യൻ ചേട്ടൻ പേടിച്ചോ? ഇങ്ങനെ നിസാര സംഭവത്തിൽ നിങ്ങൾ പേടിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ഭീരുവാണ്, നിങ്ങളുടെ അട്ടഹാസമൊക്കെ വെറുതെയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് വേദ. ഇത് കേൾക്കുമ്പോൾ വിക്രം ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, നീ ഒന്ന് പോടി വേതാളമ്മേ, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഈ ചായയും ചോറും ഒന്നും എനിക്ക് വേണ്ട. ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, വേണമെങ്കിൽ കുടിച്ചാൽ മതി. ഞാൻ വന്നതേ നിങ്ങളുടെ കൂട്ടുകാരിയില്ലേ മീന, അവൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇത് കേട്ടത് വിക്രമാണെങ്കിൽ ആകെ പകച്ചു നിൽക്കുകയാണ്. നിനക്ക് എങ്ങനെ അറിയാം എൻ്റെ കൂട്ടുകാരിയെ? എനിക്ക് അതൊക്കെ അറിയാം. അവളുടെ ചിരിയൊക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നില്ലേ? നിങ്ങൾ അവളുടെ പിറകെ ഒൽപ്പിച്ച് നടന്നതൊക്കെ എനിക്കറിയാം. ദേ, അനാവശ്യം പറയരുത്. മീന ചെറുപ്പം മുതലേ എൻ്റെ കൂട്ടുകാരിയായിരുന്നു. പക്ഷെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. 3ാം ക്ലാസ് വരെ അവൾ മറ്റൊരു സ്കൂളിലേക്ക് പോയി. ഇതുവരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. പിന്നെ അവളുടെ പേരും പറഞ്ഞ് എൻ്റെ നേരെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ, എനിക്ക് എൻ്റെ സ്വഭാവം അറിയില്ല വേതാളമേ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഇത് കേട്ടതും വേദ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. മീനി അവൾക്ക് അറിയുമോ? ചിലപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കും. വേദിയോടുള്ള നീരസമെല്ലാം വിക്രമിന് പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ്. വേദിയുടെ വല്ലാത്തൊരു സ്നേഹം വിക്രമിന് തോന്നുന്നുണ്ട്. പക്ഷെ വേദിയുടെ നല്ല ഭാവി മാത്രമാണ് വിക്രമിൻ്റെ ചിന്ത.